അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ആ വാഹനത്തിൽ നിന്ന് ഇറങ്ങി വന്ന അറബി അദ്ദേഹം അവിടെയുള്ള ഒരു ഓഫീസിലേക്കാണ് പോയത്. അതവൾ ശ്രദ്ധിച്ചു. അവൾ ശരിക്കും അത്ഭുതപ്പെടുന്നു. ഇത്രയധികം ഉള്ളേരിയയിലേക്ക് അങ്ങനെ ഒരു അറബി കടന്നു വന്നത്. അതൊരു പക്ഷേ പിന്നീടാണ് അവൾക്കതറിഞ്ഞത്. അവളോട് തന്നെ അവിടെയുള്ള അവർ പറയുന്നു, ഇവിടുത്തെ ബോസ് എന്നുള്ള രീതിയിൽ. അതെ, ആ ഫാമിന്റെ എല്ലാം മുതലാളിയായിരുന്നു അദ്ദേഹം. അദ്ദേഹം അങ്ങോട്ട് കടന്നു വന്നപ്പോൾ തന്നെ എല്ലാ തൊഴിലാളികളും നല്ല രീതിയിലാണ് പണിയെടുക്കുന്നത്. നല്ല ഓവർ സ്മാർട്ടായി വരുമ്പോൾ നല്ല വൃത്തിയിലും വെടുപ്പിലും ആയിരിക്കണം. ഒട്ടകങ്ങളും ആടുകളും മേയുന്ന സ്ഥലവും കാര്യങ്ങളും അവരുടെ ഫാമുകളൊക്കെ നല്ല രീതിയിൽ സെറ്റപ്പ് ആയിരിക്കണം. അദ്ദേഹം വരുന്നത് കൊണ്ട് തന്നെ എല്ലാവരും വളരെയധികം നല്ല രീതിയിൽ ജോലി ചെയ്യുന്ന തിരക്കിലാണ്. ഓരോ സ്ഥലങ്ങളിലായി അദ്ദേഹം വന്നു നോക്കുന്നു. വൃത്തിയുടെയും വെടുപ്പിൻ്റെയും കാര്യത്തിലെല്ലാം അയാൾക്ക് നല്ല സൂക്ഷ്മതയാണ്. അവിടെയെല്ലാം വിസിറ്റ് ചെയ്ത് നേരെ അദ്ദേഹം ചെന്നത് ഫുഡ് ഉണ്ടാക്കുന്ന ഏരിയയുടെ ആ ഭാഗത്തേക്കാണ്. അവിടെയുള്ള ആ നീഗ്രോ വുമണിനോട് എന്തൊക്കെയൊന്ന് പറയുകയാണ്. വളരെയധികം ചിരിച്ച് സന്തോഷത്തോടു കൂടി തന്നെ അവർ അദ്ദേഹത്തെ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. പുതിയതായി വന്ന കുട്ടിയെ തിരഞ്ഞാണ് അദ്ദേഹം ആ ഭാഗത്തേക്ക് എത്തിയിട്ടുള്ളത്. പാചകം ചെയ്യുന്ന ആ സ്ത്രീയോട് എന്തോ ഒന്ന് ചോദിച്ചു. അപ്പോൾ താനിരിക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് അവർ ചൂണ്ടിക്കാട്ടുന്നു. പെട്ടെന്ന് തൊട്ടടുത്തുണ്ടായിരുന്ന ആ ഒരു സ്ത്രീയെ അവളോട് പറഞ്ഞു, ഫർസാന, ഫേസ് നോ ഓപ്പൺ. ഫേസ് മറക്കണമെന്നാണ് പറഞ്ഞത്, ഓപ്പൺ ചെയ്യരുത്. അദ്ദേഹത്തിന് അതിഷ്ടമല്ലത്രേ. അദ്ദേഹമൊന്നും സ്ത്രീകളുടെ മുഖത്തേക്ക് അങ്ങനെ ഒന്നും നോക്കാറില്ല. അതുകൊണ്ട് തന്നെ ഫേസ് മറക്കുവാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. അവൾ പെട്ടെന്ന് തൻ്റെ ഷാൾ എടുത്തുകൊണ്ട് ഫേസ് കാണാത്ത രീതിയിൽ ചുറ്റിക്കെട്ടുന്നു. കണ്ണുകൾ മാത്രമാണെങ്കിലും അവളുടെ ആ കണ്ണുകൾക്ക് വളരെയധികം മനോഹാരിത തോന്നി. ഒരിക്കലും അവളൊരു ജോലിക്കാരി പെണ്ണാണെന്ന് കണ്ടാൽ തോന്നുകയേയില്ല. പക്ഷെ പിന്നെ അവരുടെ ഇടയിൽ കൂടി അതങ്ങനെ അങ്ങ് ആയി. അറബി അങ്ങോട്ട് വരുന്നു. അവളെ അത് എല്ലാവരും കൂടി കാണിച്ചു കൊടുക്കുന്നു. ഇതാണ് പുതിയ ജോലിക്കാരി എന്നുള്ള രീതിയിൽ. അവളോട് അറബി മഷ്മുഖ് എന്ന് പറഞ്ഞ് പേര് പറയുവാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. അപ്പോൾ അവൾ അതിന് ഫർസാന എന്ന് ഉത്തരം നൽകുകയും ചെയ്തു. യു ആർ ഫ്രം? ഇംഗ്ലീഷിലാണ് അദ്ദേഹം അത് ചോദിച്ചിരുന്നത്. അവൾ പറഞ്ഞു, കൈരള എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവിടെ നിന്ന് അവളോട് ഓരോന്ന് പറയുകയാണ്. ഒന്നുമല്ല, യുവർ ഫാമിലി, അങ്ങനത്തെ ഓരോ വാക്കുകൾ. അതിനൊക്കെ അവൾ കഴിയുന്ന രീതിയിൽ ഉത്തരം കൊടുക്കുകയും ചെയ്തു. അദ്ദേഹം ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് പുറപ്പെടുവാൻ വേണ്ടി നിൽക്കുകയാണ്. മൊത്തത്തിലൊന്ന് വിസിറ്റ് ചെയ്ത ശേഷം അയാൾ വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവരോടും യാത്ര പറഞ്ഞ് അയാളുടെ വാഹനത്തിൽ കയറിയിരുന്നു. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് ഇറങ്ങുന്നതായും കണ്ടു. അവിടെയുള്ള പല ആളുകൾക്കും ഫോണോ കാര്യങ്ങളോ ഒന്നുമില്ലാത്തവരായിരുന്നു. എല്ലാവരുടെയും കയ്യിൽ അയാളുടെ ആ ഒരു കീശയിൽ കരുതിയിരുന്ന ആ ക്യാഷ് എടുത്ത് എല്ലാവർക്കുമുള്ള കൂലിയാണോ എന്തെന്നറിയില്ല, അതങ്ങനെ കൊടുക്കുന്നു. എല്ലാവരും വളരെയധികം സന്തോഷത്തോടു കൂടി അത് വാങ്ങുന്നു. ഓരോരുത്തർ ആ ക്യാഷ് എടുത്ത് കണ്ണിൽ വെക്കുകയും ചെയ്യുന്നുണ്ട്. ഹേയ് നോ എന്ന് പറയുന്നുണ്ട് അയാള്. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിൽ. എല്ലാവർക്കും ഒത്തിരി സന്തോഷമായി. എല്ലാവർക്കും കൂലി കൊടുത്ത കൂട്ടത്തിൽ എന്നാലതാ ജസീന എന്ന ഫർസാനയുടെ കയ്യിലും അവൾക്കും ആ ക്യാഷ് അദ്ദേഹം കൊടുക്കുന്നു. ശരിക്കും അവൾ ഞെട്ടിപ്പോയി. അവൾ എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു, ഞാൻ ഇന്നലെ വന്നിട്ടേ ഉള്ളൂ, ജോലി തുടങ്ങിയിട്ടില്ല. അവൾ പറയുന്നത് അയാൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു. അയാൾ ചിരിച്ചുകൊണ്ട് അത് നിനക്കുള്ളതാണ് എന്ന് പറയുന്നു. അവൾ ശരിക്കും അത്ഭുതപ്പെട്ടു. പഠിച്ചോനെ, അതും ഇത്രക്കും ഒരു വലിയൊരു തുക ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല. ആദ്യമായി ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ക്യാഷ്. അതവൾ എണ്ണി നോക്കി. അത് കുറച്ച് എണ്ണം നോട്ടുകളുണ്ടായിരുന്നു. അറബിക് പൈസയാണ്.
ഇതെന്തു ചെയ്യുമെന്നോ ഇതുകൊണ്ട് എങ്ങനെ ഉപകാരമെന്നോ ഇതിൻ്റെ കണക്ക് എത്രയാണെന്നോ എന്നൊന്നും അവൾക്ക് അറിയുന്നേയില്ല. അറബി എല്ലാവരോടും യാത്ര പറഞ്ഞുകൊണ്ട് പോയി. അന്ന് തന്നെ പലരും ആടുകളെയും ഒട്ടകങ്ങളെയും കൊണ്ടുവരുന്ന പല വാഹനങ്ങളിലായിട്ട് കയറി പോകുന്നതായും അവൾ ശ്രദ്ധിച്ചു. എന്നാൽ അതിൽപ്പെട്ട ഒരാൾ പറഞ്ഞു, ക്യാഷ് അവർ നാട്ടിലേക്ക് അയക്കുവാൻ വേണ്ടി പോവുകയാണ് എന്ന് അവരുടെ ഭാഷയിൽ പറഞ്ഞൊപ്പിച്ചു. അവള് അത് കേട്ടപ്പോൾ അവൾക്കും മനസ്സിലൊരാഗ്രഹം, പഠിച്ചോനെ, എൻ്റെ ഉമ്മയും ഉപ്പയും, എൻ്റെ ഉപ്പ എന്ന് വെച്ചാൽ ഒരു മദ്രസ അധ്യാപകനാണ്, പാവപ്പെട്ട എൻ്റെ അനിയത്തിമാരെയും ഉമ്മയെയും ഞങ്ങളെ കുടുംബം നോക്കാൻ സത്യം പറഞ്ഞാൽ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ ചില സമയത്ത് ബുദ്ധിമുട്ടും. എന്നാലും ഞങ്ങൾ ആവശ്യമുള്ളതൊക്കെ ഞങ്ങൾക്ക് തരും. പക്ഷേ എൻ്റെ ഉപ്പാക്ക് എനിക്ക് കുറച്ച് ക്യാഷ് അയക്കുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് കുറച്ച് പൈസ സന്തോഷത്തോടെ ഉപ്പയുടെ കയ്യിലൊക്കെ എനിക്ക് എത്തിക്കുവാൻ കഴിഞ്ഞാൽ റബ്ബേ, ഞാൻ എത്ര ഭാഗ്യവതി. അവരോട് എപ്പോഴും സംസാരിക്കുന്ന ആ സ്ത്രീയോട് അവളും ഈ കാര്യം പറഞ്ഞു. എനിക്കും എൻ്റെ വീട്ടിലേക്ക് ക്യാഷ് അയക്കണം. എന്നാലിതാ അടുത്ത വണ്ടി പോകുന്നു. അഡ്രസ് അറിയില്ലേ? എന്നവൾ തലയാട്ടി. അങ്ങനെ അതാ അടുത്ത ആ ഒരു വാഹനത്തിൽ അവളും ആ കൂട്ടത്തിൽ കയറുന്നു. അവർ ആ ഒരു മരുഭൂമിയും കടന്ന് ആ ഒരു പാറക്കെട്ടുകളും കഴിഞ്ഞ് ടൗണിലേക്ക് എത്താൻ അല്പം സമയമെടുത്തു. അവൾക്കത് ഒരു പ്രാവശ്യം പരിചയമുണ്ട്. പിന്നീട് അതിനുശേഷം ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. എല്ലാവരും ക്യാഷ് അടക്കുന്ന തിരക്കിലാണ്. അവളും ആ കൂട്ടത്തിലേക്ക് ചെന്നു. അവളുടെ അഡ്രസ്സും കാര്യങ്ങളുമെല്ലാം അത് അവിടെ സെറ്റാക്കി കൊടുത്തു. അത് എത്രയാണ് ക്യാഷ് എന്ന് പോലും അവൾക്ക് അറിയുന്നേയില്ല. അവരോട് അവൾക്ക് കഴിയുന്ന രീതിയിൽ ഇംഗ്ലീഷിൽ ചോദിച്ചപ്പോൾ അവർക്ക് ഇംഗ്ലീഷ് പരിചയമുണ്ട്. അതുകൊണ്ട് തന്നെ അവളുടെ കയ്യിൽ കൊടുത്തിരുന്നത് 60,000 രൂപയാണ്. അവൾ അത് കേട്ട് ശരിക്കും ഞെട്ടി. നാട്ടിലെ 60,000! അല്ലാ, ഞാൻ എൻ്റെ ഉമ്മയും ഉപ്പയും പാവം, അവർക്ക് ഇത്രയൊന്നും ക്യാഷിൻ്റെ ഒപ്പം കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. എന്തൊക്കെ തന്നെയായാലും അയച്ചു കൊടുക്കാം. അങ്ങനെ അതാ 50,000 രൂപ അവൾ നാട്ടിലേക്ക് അയക്കുവാൻ വേണ്ടി അഡ്രസ്സും കൊടുത്ത് ആ ക്യാഷ് അവിടെ ഏൽപ്പിക്കുന്നു. ശരിക്കും അവൾക്ക് അത്ഭുതം തോന്നി. ഞാൻ വന്ന പിറ്റേന്ന് തന്നെ, എന്തൊക്കെ തന്നെയാലും ആ താത്ത ആരായിരിക്കും? ആ താത്ത പിന്നീട് വിളിച്ചിട്ടുമില്ല, കണ്ടിട്ടുമില്ല. എന്താണാവോ? റബ്ബേ, അവർ ഇങ്ങനെയൊരു വഴി പറഞ്ഞു തന്നതുകൊണ്ട് എനിക്കെൻ്റെ ഉപ്പയെയും ഉമ്മയെയും എൻ്റെ കുടുംബത്തെയും നോക്കാൻ എനിക്ക് കുറച്ചെങ്കിലും എന്നെക്കൊണ്ട് കഴിഞ്ഞല്ലോ റബ്ബേ. എല്ലാവരും തിരിച്ചു വരുന്ന കൂട്ടത്തിൽ അവളും തിരിച്ചു വരാൻ വേണ്ടി നിൽക്കുമ്പോൾ അവിടുന്ന് ഓഫീസർ പറഞ്ഞു, ഓക്കെ, സെൻഡ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അവൾ വന്ന വാഹനത്തിൽ കയറി അതാ തിരിച്ച് ആ ഒരു മസറയിലേക്ക് തന്നെ പോകുന്നു. എന്താണെന്നറിയില്ല, അന്ന് ക്യാഷ് കിട്ടിയ സന്തോഷത്തിലും വീട്ടിലേക്ക് അയച്ച സന്തോഷത്തിലും അവൾക്ക് മനസ്സിന് വല്ലാത്തൊരു സമാധാനമുണ്ടായിരുന്നു. അന്ന് വൈകുന്നേരം അതാ ഫർസാനയുടെ ഉപ്പ അവിടെ കോലായിലിരുന്ന് സങ്കടപ്പെട്ടിരിക്കുകയാണ്. തൻ്റെ പ്രിയപ്പെട്ട മോളെ കാണാനില്ലാതായിട്ടുള്ള ദിവസങ്ങൾ എണ്ണിക്കൊണ്ട് അവൾ ഇന്ന് വരും നാളെ വരും എന്ന് കരുതിക്കൊണ്ട് വിഷമിച്ചിരിക്കുകയായിരുന്ന ഉപ്പയുടെ അടുക്കലേക്ക് അതാ ഒരു ബൈക്കിൽ ഒരാൾ കടന്നു വരുന്നു. അയാൾ ശരിക്കും അത്ഭുതപ്പെട്ടു. ആരാണ് അത്? കുറച്ച് ക്യാഷ് അയച്ചിട്ടുണ്ട് നിങ്ങളുടെ പേരിൽ. ക്യാഷോ? ആര്? നിങ്ങളുടെ പേരാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ പേര് അഡ്രസ്സൊക്കെയാണ് കാണുന്നത്. നിങ്ങളുടെ ഫോൺ നമ്പർ ഇതാ കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങളുടെ നമ്പറല്ലേ? അതെ. ആരാണ് അയച്ചത്? ആരെന്നറിയില്ല. ഇത് വിദേശത്തു നിന്നാണ് വരുന്നത്. ഇതാ 50,000 രൂപയുണ്ട്, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. അയാൾ അവിടെ വെയിറ്റ് ചെയ്യുന്നു. ശരിക്കും പറഞ്ഞാൽ ഫർസാനയുടെ ഉപ്പാക്ക് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ഹേയ്, ഇങ്ങനെ വരാൻ ചാൻസ് ഇല്ല, ഇത് മാറിയതായിരിക്കും. അവർ ഇത് അദ്ദേഹത്തോട് പറയുന്നു. ഇത് ഇങ്ങോട്ടായിരിക്കില്ല കേട്ടോ, നിങ്ങളുടെ പേരിലാണിത് വന്നത്. അതുകൊണ്ട് ഞങ്ങൾക്കിത് വേറെ എവിടെയെങ്കിലും കൊണ്ടുകൊടുക്കാൻ പറ്റില്ല. നിങ്ങളുടെ പേര്, ഫോൺ നമ്പർ എല്ലാം അതിലുണ്ട്. വിറക്കുന്ന കൈകളോടെ അയാളത് വാങ്ങിവെച്ചു. വണ്ടിക്കാരൻ തിരിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോഴിതാ ഫാത്തിമ എന്നുള്ളൊരു വിളി ഉമ്മ കേൾക്കുന്നു.
ഉമ്മ നിസ്കരിച്ചിരിക്കുകയായിരുന്നു എന്ന് തോന്നുന്നു. ഫാത്തിമ, ആ എന്തേക്ക? വേദനിക്കുന്ന മുഖവുമായി ആ ഉമ്മ വന്നു. ഇത് ഈ കണ്ടോ? പഠിച്ചോനെ, ഇതെവിടെ ഇത്രയും ക്യാഷ്? ഇതെവിടെ നിൽക്കാ? ഇതാരെ എന്താ കടം വാങ്ങിയത് അങ്ങനെയാണോ? എന്തിനാ വാങ്ങിയത് ഞാനറിയാതെ? എന്ത് കാര്യത്തിനാ? അല്ലടേ, ഇതെനിക്ക് ആരോ അയച്ചതാണത്രേ. എൻ്റെ പേരും അഡ്രസ്സും ആണിതിൽ. പഠിച്ചോനെ, അങ്ങനെ എടുക്കാൻ പാടുണ്ടപ്പോ പൈസയൊക്കെ? എന്താ ഏതാ ഒന്നറിയാതെ? അതൊക്കെ ചതിക്കാൻ വേണ്ടിയിട്ടായിരിക്കും കേട്ടോ. നിങ്ങൾ തൊടേണ്ട തൽക്കാലം അവിടെ വെച്ചോളി. നമ്മളെങ്ങനെ വിശ്വസിച്ചെടുക്കുക? എൻ്റെ പേരും എൻ്റെ നമ്പറുമാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ അവർക്ക് ശരിക്കും ഭയം തോന്നി. പഠിച്ചോനെ, ഹലാലായ രീതിയിൽ ഞങ്ങൾക്ക് ഉള്ള സമ്പത്ത് മതി റഹ്മാനെ. ഇത് ആരതാണെങ്കിലും പഠിച്ചോനെ, അത് പെട്ടെന്ന് നീ അവർക്ക് തിരിച്ചു കൊടുക്ക്. അവരെ വേദനിപ്പിക്കല്ലേ അല്ലാ. ഈ ഒരു ക്യാഷ് നഷ്ടപ്പെട്ട ആളുകളുണ്ടാവും, അവർക്ക് നീ തിരിച്ചു കൊടുക്ക്. ഇൻഷാ അല്ലാ. ഇനി എന്തായി തീരും, അവർക്ക് എങ്ങനെ മകളാണ് എന്നുള്ള കാര്യം അറിയും എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.